പുതിയ ജില്ലകൾ വരുമോ? ജില്ലാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മൂവാറ്റുപുഴ ജില്ല ആദ്യം പ്രഖ്യാപിച്ചത് കെ. കരുണാകരൻ. കെ. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ 1982 നടത്തിയതിന് സമാനമായ പ്രഖ്യാപനമാണ് മൂവാറ്റുപുഴയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും നടത്തിയത്. സംസ്ഥാന സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം കൂടി അവർ പരിഗണിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷ ചടങ്ങിനിടെ ജില്ലാ രൂപീകരണം സംബന്ധിച്ച മാത്യു കുഴൽനാടൻ MLA ആവശ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇനിയൊരു ജില്ല കേരളത്തിൽ രൂപീകരിക്കുന്നത് മൂവാറ്റുപുഴ ആയിരിക്കുമെന്നാണ് കെ. കരുണാകരൻ 44 വർഷം മുൻപ് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തിന് ശേഷമായിരുന്നു അത്. എന്നാൽ 2 വർഷത്തിന് ശേഷം കേരളത്തിൽ അവസാനമായി ഒരു ജില്ല കൂടി രൂപീകരിച്ചപ്പോൾ അത് മൂവാറ്റുപുഴയായിരുന്നില്ല. 1984 കാസർഗോഡാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയമിക്കുമെന്നത് UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലെ നിർദ്ദേശമാണ്. എന്നാൽ അതിൽ പഠന വിഷയമാക്കുന്ന ജില്ലാ ശുപാർശകളെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ജില്ല രൂപീകരിക്കണമെന്ന നാട്ടുകാരുടെ പൊതുവികാരം പഠന കമ്മീഷൻ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതോടെ ജില്ലാ രൂപീകരണ ചർച്ചകൾ വീണ്ടും സജീവമായി. ഇടുക്കിയിലെ ദേവികുളം, തൊടുപുഴ നിയോജക മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മണ്ഡലങ്ങളും പെരുമ്പാവൂരിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്നതാണ് അരനൂറ്റാണ്ടിലധികമായുള്ള ആവശ്യം. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലകളെ വിഭജിച്ച് ഭരണ സൗകര്യാർത്ഥം പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കണമെന്ന ആവശ്യം കാലങ്ങളായുണ്ട്. പുതിയ സെൻസസ് വിവരങ്ങൾ പുറത്തുവന്ന ശേഷം ജനസംഖ്യാ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തായിരിക്കും പുതിയ ജില്ലാ വിഭജനം സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കുക. കേരളത്തിൽ 14 ജില്ലകൾ മാത്രം പോരാ എന്നും മൂവാറ്റുപുഴയെ പിണറായി സർക്കാർ പ്രതികാര ബുദ്ധിയോടെ അവഗണിച്ചുവെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല വേണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണെന്നും അതിനനുയോജ്യമായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴാണ് രൂപപ്പെട്ടതെന്നും കാരണം ഈ പ്രദേശങ്ങളിലൊക്കെയും ഇപ്പോൾ UDF ശക്തമായി ജയിച്ചു നിൽക്കുന്ന സാഹചര്യമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. എറണാകുളം ജില്ലയുടെ വികസന രീതി നോക്കിയാൽ കാര്യം വ്യക്തമാകും. ജില്ലയിലേക്ക് എത്ര ഫണ്ട് വന്നാലും നഗരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും മുൻഗണന. അതിനിടെ കിഴക്കൻ മേഖല പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കും ഇതാണ് സംഭവിച്ചത്. മുൻ പിണറായി വിജയൻ സർക്കാർ അനുവദിച്ച പദ്ധതികൾ, ബൈപ്പാസുകൾ, 480 കോടിയുടെ റോഡ് വികസന പദ്ധതികൾ എന്നിവയൊക്കെ മരവിപ്പിച്ചു. മൂവാറ്റുപുഴയോട് പ്രതികാര ബുദ്ധിയോടെയാണ് മുൻ സർക്കാർ പെരുമാറിയതെന്നും കടുത്ത അവഗണനയാണ് ഈ പ്രദേശം നേരിട്ടതെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു.